ഹലോ അസ്സാം വലൈക്കും. അപ്പം ഇന്ന് എന്താ അത്ര സന്തോഷം എന്നറിയാം എൻ്റെ ശബ്ദത്തിൽ. ഞാനേ വിഷുണ്ട് സർപ്രൈസായിട്ട് ടിക്കറ്റ് ഇട്ടുകൊള്ളൂ ഡൽഹിക്ക്. എൻ്റെ വിഷു ഡൽഹിയിലാണ്, ഒരു മാസമായി പോയിട്ട്. അപ്പോൾ കോയമ്പത്തൂരാണ് ഫ്ലൈറ്റ്, കോയമ്പത്തൂരിൽ നിന്ന് മനുവിൻ്റെ കൂട്ടുകാരാണ് കൊണ്ടാക്കി തരുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 1:30 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. 3:20 ഫ്ലൈറ്റ്. രാവിലെ ഇല്ലേ നല്ല മഴ, കണ്ണി കുത്തുന്ന ഈജിട്ടും നമ്മളെ നാട്ടിൽ. ഇവിടെ നോക്ക് ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് എന്താല്ലേ. ഇവിടെ നല്ല വെയിലും നല്ല കാറ്റൊക്കെയാണ്. നല്ല ഭംഗിയില്ലേ ഈ റോഡൊക്കെ കാണാൻ. അല്ല നമ്മളെ മണ്ണാർക്കാടിനെ കുറ്റം പറയില്ല കേട്ടോ. നമ്മളെ മണ്ണാർക്കാടിൻ്റെ പാട്ട് തന്നെ ഉണ്ട്. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. ആഹാ, അങ്ങനെ പാട്ടൊക്കെ പാടി എയർപോർട്ടിലെത്തി. ഈ എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ചെറിയ എയർപോർട്ടാണ് ഈ കോയമ്പത്തൂർ എയർപോർട്ട്. അങ്ങനെ ഞാൻ അകത്ത് കയറിട്ടോ. പിന്നെ ഒക്കെ ചടപടയുന്നായിരുന്നു. എൻ്റെ ആ വൈറ്റ് ഡ്രസ്സിൽ ഞാൻ വരുമ്പോഴാണ് മൈലാഞ്ചി ഇട്ടത്. ഡ്രസ്സിൽ മൈലാഞ്ചി ഞാൻ ബാഗിൽ നിന്ന് വേറെ ഡ്രസ്സ് എടുത്തിട്ടു. അങ്ങനെ ഈ ബാഗ് ഇടേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല എന്ന് എനിക്ക് പൊട്ടത്തരം കാട്ടി. എന്താ ചെയ്യുക? ഇനിയിപ്പോൾ പോയ ബുദ്ധി ആന പിടിച്ചാലും കിട്ടൂല. അങ്ങനെ ബാഗ് ഞാൻ അങ്ങനെ കഴിച്ചു വിട്ടു. പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഞാനിവിടെ വന്നിരുന്നു. ഒരു സെൽഫിയൊക്കെ എടുത്തു. അപ്പം ഉണ്ട് നല്ല സ്മെല്ല്. ഈ സ്വീറ്റ്സ് ഉണ്ട്, മറ്റേ പോപ്കോൺ ഉണ്ട്, എന്താ പറയുക, ഇതുണ്ട്, എല്ലാം ഉണ്ട്. മസാല ദോശ വരെ ഉണ്ട് ഈ ഇതിൻ്റെ ഉള്ളിൽ, എയർപോർട്ടിൻ്റെ ഉള്ളിൽ. പക്ഷേ ഉണ്ടല്ലോ വില താങ്ങൂല നമുക്ക്. അങ്ങനെ വിലയൊക്കെ നോക്കി അവസാനം 2 സമൂസയും ഒരു കുപ്പി വെള്ളം അതാ കിടക്കണം 320. സത്യം പറയാലോ, ഒരു വസ്തുവിനാകാത്തൊരു സമൂസ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സമൂസ കഴിച്ചിട്ടില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ രാവിലെ ഈ വരണ്ട തിരക്കിൽ ചെറിയ കുഞ്ഞു 3 ദോശ ഞാൻ കഴിച്ചത്. വിശപ്പിൻ്റെ അതുകൊണ്ട് അങ്ങനെ കഴിച്ചു. അങ്ങനെ ഗേറ്റ് 4 അനൗൺസ് ഇത് കണ്ടപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് പോയി. ഞങ്ങളുടെ ഫ്ലൈറ്റിക്കുള്ള എല്ലാവരും ഇരിക്കുന്ന ഭാഗത്തേക്ക് പോയി. അങ്ങനെ ഓരോ ഫ്ലൈറ്റ് അങ്ങനെ പോകുന്നുണ്ട്. ഗേറ്റ് 4 ഇതുണ്ടാവും, ആളുകളൊക്കെ അങ്ങനെ നീങ്ങി തുടങ്ങി. ഞങ്ങൾ ഫ്ലൈറ്റിക്ക് കയറാനാണ് കേട്ടോ പോണത്. ഞങ്ങളില്ലേ സ്കൂളിൽ അസംബ്ലിക്ക് പോണ പോലെയാണ് വരിക്ക്. അതിൻ്റെ ഇടയിൽ വീണ്ടും ഞാൻ സെൽഫി എടുക്കും. കാരണം ആരും എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. എനിക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാനാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ സെൽഫി എടുക്കുന്നത്. അത് ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും അത് ഞാൻ മാറ്റൂല. ഞങ്ങൾ കയറാൻ പോണ ഫ്ലൈറ്റിൻ്റെ വാല് എയർ ഇന്ത്യയുടെ ഫുള്ള്. വീണ്ടും ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ വാല് എയർ ഇന്ത്യയുടെ ഫുള്ള്. ഇതിങ്ങനെ മാറി എടുക്കണം, അല്ലാതെ ഇപ്പം നേരം പോണ്ടേ. പിന്നെ ഈ മുന്നിൽ പോണ ചേച്ചിയും ചേട്ടനുമാണ് എൻ്റെ അടുത്തിരിക്കുകയെന്ന് ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നല്ലൊരു ചേച്ചിയും ചേട്ടനായിരുന്നു അത്. അവർ പാലക്കാട് നിന്നാണ് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിലിരുന്നു. ഫ്ലൈറ്റൊക്കെ പൊങ്ങിട്ടോ. ഞാൻ വീണ്ടും ഒരു സെൽഫി എടുത്തു. കോൺഫിഡൻസ്. പിന്നല്ലേ ഈ ചെയറിൻ്റെ ടേബിൾ തുറക്കുക, അത് നിവർത്തുക, അതിലിൻ്റെ കുപ്പി വെക്കുക, വീണ്ടും അത് അടക്കുക, അതിൽ കുപ്പി വെക്കുക. അങ്ങനെ എയർ ഹോസ്റ്റസ് വന്നിട്ടോ. എല്ലാവരും ഭയങ്കര ഇംഗ്ലീഷും ഹിന്ദിയും. എയർ ഹോസ്റ്റസ് ചോദിച്ചപ്പോൾ എനിക്ക് വേഗം മനസ്സിലായി. ഞാൻ വേഗം പറഞ്ഞു നോൺ വെജ് എന്ന്. കാരണം അതെനിക്ക് വേഗം അറിയും. വെജ് ഓർ നോൺ വെജ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ പറയുക. ഞാൻ വെജ് പറയൂല കേട്ടോ. എന്തായാലും അടിപൊളിയാണ്. ഒരു ചോക്ലേറ്റ് കേക്ക്, 2 പീസ് ബ്രെഡല്ല, റൊട്ടിയല്ല, അതിൽ ചിക്കനും ഉണ്ട്, മുട്ടയുണ്ട്. പിന്നെ ഒന്നും പറയാനില്ല, അത്ര ടേസ്റ്റാണ് അതിൻ്റെ കറി കേട്ടോ. വെജിറ്റബിളും ചിക്കനൊക്കെ വെച്ചൊരു കറി. പിന്നെ അത് കഴിക്കാനുള്ള സന്നാഹങ്ങൾ, അതായത് കത്തി മടാളെന്നൊക്കെ പറയൂലേ, അതുപോലെ മരത്തിൻ്റെ സ്പൂണും ഫോർക്കും കാര്യങ്ങളും. ഒരു രക്ഷയില്ല. നല്ല ഫുഡായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എയർ ഹോസ്റ്റേഴ്സിന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഈ വേസ്റ്റ് പാത്രം കൊടുക്കണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ടീ ഓർ കോഫീന്ന്. വീണ്ടും വന്നല്ലോ മനമാല. ഞാൻ മനസ്സിലങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ ടീ പറഞ്ഞു കേട്ടോ. ടീക്കും കിട്ടി. എന്തെന്ന് അതിൻ്റെ സംഭവങ്ങൾ ഇടാനുള്ളത്. അതിലില്ലേ ഒരു അമുലിൻ്റെ പാക്കറ്റ്, പിന്നെന്താ ഒരു ഷുഗറിൻ്റെ പാക്കറ്റ്, പിന്നെന്താ അത് ഇളക്കാനേ നമ്മളുടെ ഐസിങ് കോലില്ലേ. ഞാൻ എന്തിനാ ഐസിങ് കോലെന്ന് അറിയാം. സ്പൂണൊന്നും ഞാൻ പറയില്ല. പക്ഷേ അടിപൊളി ടേസ്റ്റുള്ളൊരു ചായ ആയിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നുറങ്ങി എണീറ്റപ്പോൾ വിമാനം ഇങ്ങനെ താഴത്തേക്ക് പറക്കുകയാണെന്നുള്ള അനൗൺസ് കിട്ടു. സീറ്റ് ബെൽറ്റൊക്കെ മുറുക്കാൻ പറഞ്ഞു. എവിടെ 20 മിനിറ്റാണ് ആകാശത്ത് ഇത് വട്ടം ഇട്ട് അങ്ങനെ ഡിലേ ആയിപ്പോയത്. ഭൂമിക്ക് ഇറങ്ങിയപ്പോഴും അത് പിന്നെ ഒരു 20 മിനിറ്റ് ഡിലേ ആയി. ക്ലൈമറ്റ് മോശം
അല്ല അപ്പം എന്താ പറയുക. അതിൻ്റെ ഇടയിൽ എൻ്റെ ഉഷി വിളിച്ചുകൊണ്ടിരിക്കുന്നു, എവിടെ എത്തി വെച്ചിട്ട്. ഞാൻ പറഞ്ഞു ഡിലേ ആയിപ്പോയി ഫ്ലൈറ്റ്, അതാണ് നേരം വൈകിയതെന്ന്. ഇനിയിപ്പോൾ ബാഗ് വിട്ടുകയാണോ വെച്ചു ആറിനും. ഇനിയിപ്പോൾ അതിനും സമയം എടുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നും മുണ്ടിയില്ല, കാരണം ചീത്ത എടുക്കും. ആ ബാഗ് കൈ പിടിച്ചാൽ മതിയെന്നേ. പിന്നല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഡൽഹി എയർപോർട്ടിലത്തെ ഈ സംഭവങ്ങൾ കണ്ടില്ലേ നിങ്ങൾ, ഗോൾഡിൻ്റെ ഒരു പ്ലേറ്റും കയ്യുകളൊക്കെ. ഞാൻ വരുമ്പോൾ ഇവിടെ നിന്ന് തന്നെ സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡൽഹിക്ക് വരികയാണോ എന്ന്. അല്ല കേട്ടോ, ഒരു 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ അവിടുന്ന് സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും, വീഡിയോ സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും. ഇപ്പോഴും ഫോട്ടോ സെൽഫി എടുത്തു, പക്ഷേ എൻ്റെ ചേച്ചിയും ചേട്ടനെയും കാണാനില്ല. പണി കിട്ടും കേട്ടോ. അവരെ പാലക്കാടുള്ളവരാണ്. പിന്നെ അവരുടെ മോളെ PG ചേർത്താൻ വേണ്ടിയിട്ടാണ് അവർ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരാണ് എൻ്റെ ഹെൽപ്നെസ്. വീണ്ടും ഇതാ എൻ്റെ കണ്ണൊക്കെ പോണു എയർപോർട്ടിലത്തെ ഈ സാധനങ്ങളിലൂടെ. ചേച്ചി മുന്നിൽ നടക്കുന്നുണ്ട്, ഞാൻ പുറകെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചേച്ചി പറഞ്ഞു എൻ്റെ ഫോണിന് ആദ്യം വിശക്കണോ അതിൻ്റെ വിശപ്പ് മാറ്റണമെന്ന്. അതായത് ചേച്ചിയുടെ ഫോണിലത്തെ ചാർജൊക്കെ തീർന്നു എന്ന്. ഞങ്ങളുടെ ബാഗേജ് വരുന്നത് അവിടെയല്ല ഇവിടെയല്ല, ചേട്ടനോടുണ്ട്. ഏട്ടൻ ആരോടോ ചോദിച്ചപ്പോൾ പറഞ്ഞു 8 നമ്പർ അവിടെയാണ് വരുന്നത്, അവിടെ ഹൈദരാബാദ് ഡൽഹിക്കുള്ള ലഗേജുകളൊക്കെ അവിടെ ഇറങ്ങണതെന്ന്. ഏട്ടൻ്റെ പിന്നാലെ ഞാനും ഇവിടെ ഉണ്ട്. ഏട്ടൻ വണ്ടിയൊക്കെ എടുത്തിട്ടോ, പക്ഷേ എനിക്ക് വണ്ടിയുടെ ആവശ്യമൊന്നുമില്ല. കാരണം എന്താ, ഒറ്റ ബാഗുള്ളൂ, കൈ പിടിച്ചാൽ മതിയെന്ന് വലിയ ഷോ കാട്ടിയത് ഞാൻ. ഇനി പടി കിട്ടി. കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. അതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഉഷ വിളിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇറങ്ങിയിട്ടില്ല എന്ന്. കാരണം ഈ ബാഗ് എത്തണ്ടടോ, വേണ്ടിയിരുന്നില്ലാന്ന്, ഇത് കയറ്റി വിടണ്ടിയിരുന്നില്ലാന്ന്. പണി കിട്ടി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ എൻ്റെ ബാഗ് അവിടെ വരുന്നുണ്ട് കേട്ടോ. ഉഷിനോട് പറഞ്ഞു ആ ബാഗ് കിട്ടി, ഇതാ വരുന്നുവെന്ന്. ഇതാണ് ബാഗ്. അത് കൈ കിട്ടിയ ഉടനെ ഓടി. ഇനിയിപ്പോൾ ബുഷ് എവിടെ നിൽക്കണേന്ന് അറിയണം. പുറത്തിറങ്ങിയിട്ടേ ബുഷിനെ തിരയാണ് ഞാൻ. ഒരു കയ്യിൽ ബാഗ്, ഒരു കയ്യിൽ കണ്ണട, ഒരു കയ്യിൽ പിന്നെ മൊബൈൽ ഫോണ്, ഇതൊക്കെ കൂടെ ബുഷിനെ തിരയാണ് ഞാൻ. കിട്ടിപ്പോയി. ബുഷ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മാഷാ അല്ലാ കണ്ടു. ബുഷ ഓടുന്നുണ്ട്. കാരണം ഈ ഊബർ വിളിച്ചിട്ടാണ് നിൽക്കണത്. 6 മണിക്ക് പാവം വെയിറ്റ് ചെയ്ത് നിൽക്കൽ തുടങ്ങിയത്രേ. റോഡിലെത്തണമെങ്കിലും ഈ എസ്കലേറ്ററിൽ കൂടെ പോകണം. എന്തൊന്നല്ലേ ബുഷിന് ഓടാം. കാരണം ബുഷിൻ്റെ കയ്യിൽ ബാഗൊന്നും ഇല്ലല്ലോ, എൻ്റെ കയ്യിലല്ലേ ബാഗ്. അപ്പം ഞാൻ കുറച്ച് താമസം പിടിക്കും അങ്ങനെ വരണമെങ്കിൽ. അങ്ങനെ ഞങ്ങളുടെ ടാക്സി വണ്ടി കിട്ടി, അതിൽ കയറി. ബുഷിൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലാണ് പറഞ്ഞു. ഇനി അതിൽ കയറിയിട്ട് ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് റൂമിൽ പോകാമെന്നാണ് ഞങ്ങളുടെ പ്ലാന്. പക്ഷെ പറയുന്നു ഇവിടെ നിന്ന് നല്ല മഴയായിരുന്നു എന്നാണ്. മഴ പെയ്ത ഒരു രക്ഷയില്ല, റോഡാകെ ബ്ലോക്കാണോ എന്ന് പറഞ്ഞു. സംഭവം ശരി കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ മഴ പെയ്ത വെള്ളമാണ് ഈ നിൽക്കണതൊക്കെ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ കയറുന്ന റെസ്റ്റോറൻറ്റ് യാത്ര ചെയ്ത് ഒരു മുസ്ലിംസിൻ്റെയാണ്. ഇവിടെ ഒരു പ്രത്യേകത എന്താ അറിയുമോ, ഒരു ടിക്കറ്റ് തരും. ആ ടിക്കറ്റുമ്പോൾ എന്ത് നമ്പറാണോ ആ നമ്പറിൽ നമ്മൾ ഇരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ 24 കണ്ടില്ലേ, 24. ഞങ്ങളവിടെ ഇരുന്നു. ഓർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഓർഡർ കൊടുത്തതെന്നറിയോ, ഫസ്റ്റ് തന്നെ സൂപ്പ്. ഒരു രക്ഷയില്ല, നല്ല സൂപ്പാണ്. അതിന് ഇതൊന്നും തരില്ല, സ്പൂണും ഫോർക്കൊക്കെ ഇവിടെ തന്നെ ഉണ്ട് ടേബിൾ തന്നെ. അതിന് നമ്മൾ ഈ ടിഷ്യൂ വലിച്ചിട്ട് ആ സ്പൂണൊക്കെ നേരെ വൃത്തി തുടച്ചിട്ട് കഴിക്കുക. സ്വീറ്റ് കോണും ചിക്കനും ഒക്കെ ഇട്ട നല്ലൊരു സൂപ്പ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോ ഈ സൂപ്പ് കഴിക്കണം കേട്ടോ. സൂപ്പൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിച്ച് തീരുന്നതിന് മുന്നേ തന്നെ സുറുബേനിയാണോ മന്തിയാണോ എന്നറിയില്ല, മട്ടനാണ് സംഭവം. പിന്നെ മട്ടൻ കബാബ്, പിന്നെ റൊട്ടി, പിന്നെ എന്താ നമ്മളെ മൺപയർ എന്നൊക്കെ പറയൂലേ വലുത്, അതിൻ്റെ ഒരു മസാല. അതൊക്കെ എന്ത് ടേസ്റ്റാണെന്നറിയോ. പക്ഷേ എനിക്കില്ലേ സൂപ്പ് കുടിച്ചപ്പോൾ തന്നെ വയറ് മുക്കാലും നിറഞ്ഞു കേട്ടോ. എൻ്റെ ഉഷിട്ടതൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് അവിടെ ബാക്കി വെച്ചു. ടേസ്റ്റ് ഇല്ലാണ്ടല്ല, അടിപൊളിയാണ്. പക്ഷേ വയറ് ഒന്നുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിക്കാനും കൂടി പോകണ്ടേ. അങ്ങനെ ബില്ല് കൊടുക്കുമ്പോഴേ ഞാനൊന്നും കൂടെ ഇത് എടുത്തുട്ടോ. നല്ല ഭംഗി, നല്ല ആംബിയൻസ് ഉള്ളൊരു മുസ്ലിംസ് റെസ്റ്റോറൻ്റാണ്. ഖുറാൻ എഴുത്തൊക്കെ അവിടെ ചുമരിൽ തൂക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. എടോ എന്ത് ബ്ലോക്കാണെന്നറിയോ, 1 മണിക്കൂറാണ് കുറച്ച് അങ്ങോട്ട് എത്തണമെങ്കിൽ. അവസാനം ഓടി ഞങ്ങൾ റൂമിൻ്റെ അവിടെ എത്തി. കാറൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ ഞങ്ങൾ റൂം പോയി വന്ന് ലഗേജൊക്കെ എടുത്ത്. സൂരജ് എന്ന് പറഞ്ഞിട്ട് ബുഷ് എന്താ ഹിന്ദി ഭയങ്കര വർത്താനം, ഹിന്ദിയിലാണ് സംസാരിക്കണത്. അപ്പം ഞാൻ ഓഹോ ആഹാ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ റൂമെത്തി. അടിപൊളി റൂമാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇൻഷാ അല്ലാ ഇനി എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് ഉറങ്ങണം. അപ്പോൾ ബാത്റൂം കൂടി കാണിച്ചു തരാം കേട്ടോ എനിക്ക്. ടാറ്റ ബൈ ബൈ, സീ യു.